എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ഉരുളൻകിഴങ്ങ് കൊണ്ടൊരു ഫ്രൈ ടൈപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് ഞാനൊരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് ഒരു 3 എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു സ്റ്റാർച്ച് ഉണ്ടല്ലോ ഉരുളൻകിഴങ്ങിന്, അത് പോകാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങി കേട്ടോ. ഞാൻ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഞാൻ ഒരു 5-8 വെളുത്തുള്ളി ഞാൻ ഇതേപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയൊക്കെ ഒന്ന് കഴുകി വെച്ചതാണെങ്കിൽ മാറിയിട്ട് നിന്നിട്ടിരുന്നേ, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. ഇതിലേക്ക് നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ച ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ടിത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇതിൻ്റെ ആവിയിൽ തന്നെ വെന്ത് വരും. വെന്തതിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേഗത്തെ മൂടി വയ്ക്കാം. ഇടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി ഉരുളൻകിഴങ്ങിലേക്ക് ഒന്ന് മസാലയൊക്കെ പിടിച്ചിട്ട് ഒന്നും കൂടി മൂടി വയ്ക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളും കൂടി ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിപ്പിക്കണേ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു.